നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ് നിർത്തിയതിൻ്റെ അവസാന ഭാഗമാണ് പറയുന്നത്. പ്രേതാനുഭവങ്ങളും എല്ലാവരും ഇഷ്ടപ്പെടുന്നു, പക്ഷെ ഭയപ്പെടാതെ കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഭയപ്പെട്ടേ പറ്റുള്ളൂ, ചില ആൾക്കാർ എല്ലാവർക്കും ഭയപ്പെട്ടേ പറ്റുള്ളൂ. ഭയപ്പെടാനായിട്ട് ഇൻട്രോയിൽ ചില മ്യൂസിക്കൊക്കെ കൊടുത്തിട്ട് ചെറിയ രീതിയിൽ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. അഥവാ ഒന്നുകൂടി പേടിക്കണമെന്ന് തോന്നിയാൽ ആ ഇൻട്രോ ഒന്നുകൂടി കേട്ടാൽ മതി. അല്ലാതെ ഈ പ്രേതത്തിൻ്റെ അനുഭവങ്ങൾ കേട്ടിട്ട് നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട. അത് പേടിച്ചാൽ അതൊരുപാട് നമുക്ക് പണി കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസർ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു നിർത്തിയത് 2 പേരുടെ വിവാഹം കഴിഞ്ഞു. അതായത് 2 പേരുടെയും 2ാം വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞു വന്നതിന് ശേഷം ഈ പുരുഷനിൽ ഒരു ബാധ കൂടുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം ശോഷിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ, അവരൊരു രോഗം വന്ന് മരണപ്പെട്ടു പോയതാണ്. അവരുടെ ആത്മാവാണ്. അദ്ദേഹം മറ്റൊരു സ്ത്രീയോടൊപ്പം ജീവിക്കുന്നത് ആ ആത്മാവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ജ്യോത്സ്യന്മാരെ കണ്ടുപിടിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ ചെല്ലുന്നതും. അപ്പോൾ വിശദമായിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടോളൂ. അങ്ങനെ ഞങ്ങൾ ഇതിനെ ഒഴിപ്പിക്കാനായിട്ട് പൂജയ്ക്ക് വേണ്ടിയിട്ട് ആ വീട്ടിൽ എത്തുകയാണ്. ആ വീട്ടിലെത്തി കളാനായിട്ടു പൂജ തുടങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ. അപ്പോഴത്തേക്ക് ഇദ്ദേഹം നല്ല ഒരു ഡോക്ടറും പറഞ്ഞു കുഴപ്പമില്ല. അപ്പം എനിക്കും വിശ്വാസമായി. ചെന്നും ഇദ്ദേഹത്തിൻ്റെ ശരീരം ശരിക്കും പറഞ്ഞാൽ ദിവസം പ്രതി ഇദ്ദേഹത്തിൻ്റെ ശരീരം നല്ല രീതിയിൽ ആരോഗ്യത്തോടു കൂടും. ഇച്ചിരി മാംസമൊക്കെ വെച്ച് വരുന്നുണ്ട്. നല്ല ഇതായി അദ്ദേഹം വലിയ കുഴപ്പമൊന്നുമില്ലാതൊക്കെ നിൽക്കുന്നുണ്ട്. ഈ പൂജയ്ക്കൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ നിന്ന് സാധനം വരെ എടുത്ത് പുറത്തിറക്കാൻ ഇദ്ദേഹം കൂടെയൊക്കെ വന്നു എന്നൊക്കെ സഹായിച്ചു. ഞങ്ങൾ അകത്ത് പോയി. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെയുള്ള പോറ്റുമാരെ കളവിടാനും ഹോമം ഒരുക്കാനും ഒക്കെ അവർ തയ്യാറായി നിന്നപ്പോൾ അടുത്തുള്ള, ഞാൻ പറഞ്ഞല്ലോ, അടുത്തുള്ള ചുറ്റുപാടുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി വന്നു. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത് അനുഭവം കണ്ണിൽ കണ്ടു. ഈ പ്രേതത്തിനെ അതൊരു സ്ത്രീ പ്രേതമാണെന്നാണ് അവരെല്ലാവരും പറയുന്നത്. ഇതിങ്ങനെ ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞ് കേട്ടിട്ട് ചിലപ്പോൾ അവർക്ക് തോന്നിയതായിരിക്കും. അപ്പോൾ രൂപം കണ്ടലാണോ പെണ്ണോ എന്നൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടാകും. പക്ഷെ അവർ പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ രൂപം പോലെ തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ ഈ ജ്യോത്സ്യന്മാർ പറഞ്ഞത് മനസ്സിലിരുന്നുകൊണ്ട് സ്ത്രീയായിട്ട് തോന്നിയതാണോ അതിന് വല്ല പുരുഷൻ്റെ ആണോ ഒന്നും അറിയില്ല. എന്തായാലും അവർക്കെല്ലാവർക്കും ഈ എന്താണ് ഈ പൂജയിൽ കൂടി സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ വന്ന് നിൽക്കുകയാണ്. ഈ എല്ലാവരും കൂടെ നിന്നപ്പം എനിക്കും ഒരു ടെൻഷനായി. കാര്യം വെച്ചാൽ ഇതിപ്പം ഇവർക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ അല്ലെങ്കിൽ അവർക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഇതിനെ മാറ്റിയില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മളിപ്പോൾ ഇതിനെ രഹസ്യമായി പിടിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പിടിച്ചുകൊണ്ട് പോയ കാര്യമുണ്ട്, അത് മാറും. പക്ഷേ ഇത്രയും ആൾക്കാർ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവരും നിൽക്കുന്നതിൻ്റെ അവരെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിൽക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതെങ്ങനെയാണ് ഇത് ഇങ്ങനെ അതിൻ്റെ ഒരു രൂപം കാണിക്കുന്നത്, എങ്ങനെയാണ് പിടിച്ചുകൊണ്ട് പോകുന്നത്, ഇതൊക്കെ അവർക്ക് കാണണം. അവർക്കൊക്കെ ആദ്യ അനുഭവമാണ്, ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി പൂജ സമയം. അപ്പം അതിനു മുമ്പ് ഞാൻ എല്ലാവരോടും സംസാരിച്ചു. എല്ലാവരും പറയുന്നുണ്ട് അവരങ്ങനെ കണ്ടു, ഇങ്ങനെ ഉണ്ട്, പലവിധ അവരുടെ കണ്ടിട്ടുള്ള പല എക്സ്പീരിയൻസും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഞാൻ അതൊക്കെ കേട്ടിരുന്ന കാര്യം ഇതിൽ എന്തെങ്കിലും ഒരു പഴുത് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഒപ്പറാളം കൊണ്ടാണ് ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ട് പല കാര്യങ്ങളും ചോദിക്കുന്നത്. അവർ പറയുന്നുണ്ട്. അവർ പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ഊന്നുപോയ പറന്നുപോയെന്ന് പറയുന്ന ആൾക്കാരാണ് അതിനകത്ത് കൂടുതലും. കാര്യം വെച്ചാൽ ഈ എഴഞ്ഞെഴിഞ്ഞ് പോയ സാധനം അവർ പറയും എഴിഞ്ഞു പോയതാണ് കണ്ട, അവർ പറഞ്ഞാൽ അത് പറന്നാണ് പോയെന്ന് പറയും. അതായത് കാണുന്നതിനെ കുറച്ച് പൊലിപ്പിച്ച് പറയുന്ന സ്വഭാവക്കാരാണ് അതിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അവരുടെ ഒരു മനസ്സിന് വെപ്രാളം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ അപ്പുറത്തെ തോന്നലുകൊണ്ടൊക്കെ ആയിരിക്കാം. പൂജ തുടങ്ങി. ഈ ഈ ഭർത്താവുണ്ട്, ആൾക്കാർ എല്ലാവരും അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പൂജ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്ത് വരുത്താം, അല്ലാതെ വേറെ രക്ഷയില്ല. അപ്പം വീട്ടുകാരെല്ലാവരും പറഞ്ഞു ഡോക്ടർ ഉറപ്പ് വന്നിരിക്കുകയാണ്, ശരീരത്തെ വരുത്തിയിട്ട് ഞങ്ങൾക്ക് അവളോടൊന്ന് സംസാരിക്കണം. കാര്യം ഈ ഇദ്ദേഹത്തിൻ്റെ അമ്മ പറയാണ് എൻ്റെ മരുമകളോട് എനിക്ക് സംസാരിക്കണം, അവളെ ഞാൻ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്നൊക്കെ ഡയലോഗ് അടിക്കുന്നത്. അത് ഞാൻ ബാക്കി അത് അടുത്ത ഘട്ടത്തിൽ പറയാം ഞാനിത്. അങ്ങനെ പൂജ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രേതം വന്നു, ശരീരത്ത് വന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ല, ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ വന്നു. ശരീരത്തിൽ വന്നിരുന്നപ്പോഴത്തേക്ക്
അപ്പോഴാണ് അമ്മാവിയുടെ കരച്ചിൽ കുറച്ച് കൂടുതലായത്. അതായത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ കരച്ചിൽ, എൻ്റെ മോളെ നീ ഞങ്ങളെ വിട്ടുപോയല്ലോ, അതാണ് ഇതാണെന്ന് പറഞ്ഞ് അവരും കുറേ ഒപ്പാരിയും ബഹളവും കരച്ചിലും. നിന്നെ വിട്ടുപോയതിന് ശേഷം ഞാൻ നന്നായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, നിന്നെ ഓർമ്മിക്കാത്തൊരു ദിവസമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങ് കരഞ്ഞ് അങ്ങ് പദം വയ്ക്കുകയാണ്. കുറേ അവരുടെ പ്രകടനമൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ ശരിക്കും സത്യം പറഞ്ഞാൽ അവർക്കൊരു ഒരു മനസ്സോടു കൂടിയാണ്, അവർക്ക് ഇഷ്ടത്തോടു കൂടി, അവർക്ക് അത്ര ഇഷ്ടമായിരുന്നു ആ പെൺകുട്ടിയെ. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ആടി 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 നോക്കുന്നു, ഇവരെല്ലാവരെയും നോക്കുന്നുണ്ട്, അങ്ങനെ ഇരിക്കുകയാണ്. ആടി 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 ഇരുന്നിട്ട് അവസാനം ഈ അമ്മാവിയുടെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ നിൻ്റെ മരുമകളൊന്നും അല്ല. അന്തം വിട്ടു എല്ലാവരും. അപ്പം എൻ്റെയും മനസ്സിൽ നമ്മൾ പൂജ ചെയ്യില്ല, അപ്പം എന്തായാലും വന്ന് അത് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം ഇതാണെന്ന് എല്ലാവരും പറഞ്ഞങ്ങ് വെച്ചിരിക്കുകയാണ്. ഞാൻ നിൻ്റെ മരുമകളൊന്നും അല്ല, നിൻ്റെ ഇപ്പോഴത്തെ മരുമകളുടെ ഭർത്താവാണ് ഞാൻ, അവൾ എൻ്റെ ഭാര്യയാണ്. സംഭവം മനസ്സിലായല്ലോ. നമ്മൾ വിചാരിച്ചിരുന്നത് അയാളുടെ ഭാര്യ മരിച്ചുപോയി എന്നുള്ളതാണ്. അല്ല, അയാൾ രണ്ടാമത് കല്യാണം കഴിച്ച ഈ സ്ത്രീയുടെ ആദ്യത്തെ ഭർത്താവ് ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞല്ലോ, അയാളാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് ഇടപെട്ടേ പറ്റൂ. ഞാൻ ചോദിച്ചു, അപ്പം പിന്നെ ഈ ശരീരത്തിൽ വന്നതാരാണ്? ഏതാണ്? ഈ പുരുഷൻ്റെ ശരീരത്തിൽ ഞാൻ തന്നെയാണ് വന്നത്. അവന് അവളോട് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഭാര്യയാണ് ഇവൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷേ അവൾക്ക് എന്നോട് യാതൊരു സ്നേഹമില്ലായിരുന്നു. അങ്ങനെ ഞാൻ മനം നൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്തതാണ്. ഞാൻ ആത്മഹത്യ ചെയ്യുമ്പോൾ പോലും ഇവൾ എന്നെ രക്ഷിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളെ കാണാൻ വലിയ ഇതൊന്നും ഉള്ള ഒരാളല്ല. ഈ സ്ത്രീ നല്ല ഗ്ലാമറായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴും അവർക്ക് നല്ല സൈസും നല്ല ശരീരപ്രകൃതിയും നല്ല സൗന്ദര്യമൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. പക്ഷെ അയാൾ എങ്ങനെയോ ഇവരെ കല്യാണം കഴിച്ചു, വീട്ടുകാരെല്ലാം കൂടി ചേർത്ത് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതാണ്. പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം അങ്ങനെ ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ കുട്ടികളൊന്നും ആയില്ല. ഇയാൾ മനസ്സ് മടിച്ച്, ഇയാളങ്ങ് അവരെന്ന് വെച്ചാൽ ആത്മാർത്ഥമായിട്ട് അങ്ങ് സ്നേഹിക്കുകയാണ്. മനസ്സ് മടിച്ച് അങ്ങനെ അവസാനം പറഞ്ഞ്, നീ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവളെ എന്നെ അങ്ങനെ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്നേഹിച്ചോളാം എന്നൊന്നും പറഞ്ഞില്ല. ഒന്നും പറയില്ല. ഒന്നും പറയാതിരിക്കുമ്പോൾ വേണമെങ്കിൽ പോയി ചെയ്യട്ടെ എന്നുള്ള രീതി ആയിരിക്കാം. അങ്ങനെ ഇങ്ങേരെന്ത് എന്ന് വെച്ചാൽ, ഒരു ദിവസം ഇതേ കണക്ക് ഇവളെന്തോ ആക്ഷേപ വാക്ക് ഇയാളടുത്ത് പറഞ്ഞതിൻ്റെ പേരിൽ ഇങ്ങേര് കയറ് കൊടുത്തുകൊണ്ട് മുറിക്കകത്ത് കയറി കതവടച്ചു. അപ്പോൾ രണ്ടുപേരേ ഉള്ളൂ ആ വീട്ടിൽ. കതവടച്ചപ്പോഴത്തേക്ക് ഇവർ പുറത്ത് ചൂല് കൊടുത്തുകൊണ്ട് തൂക്കാൻ പോയി. ഇവർ തൂത്തിങ്ങനെ ഒന്ന് ജനലിൻ്റെ അടുത്ത്, അത് ഇയാൾ നിൽക്കുന്ന മുറിയിൽ നിന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ പുറത്തു നിന്ന് ജനലിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റുന്ന വിധത്തിലാണ് ഈ ഫാനിൻ്റെ ഹൂക്ക്. അതിൽ ഇയാളെ കയറിട്ടു. ഒരു ടേബിളൊന്ന് പിടിച്ചിട്ട് കയറിട്ടിട്ട് കഴുത്തിൽ കൂടെ ഇട്ടിട്ട് ഇവർ തൂത്തിങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇയാൾ കാല് കൊണ്ട് ഈ സ്റ്റൂൾ എന്തോ അങ്ങ് തട്ടിയും കളഞ്ഞു. ഇയാളെ കിടന്ന് പിടച്ചപ്പം ഇയാളുടെ ധാരണ എന്താണ്, ഇവർ കാണുമ്പോഴത്തേക്ക് ഇവർ ഓടി വന്ന് ആൾക്കാരെ വിളിച്ചു കൂട്ടി രക്ഷിക്കും. ഈ ഒരു ധാരണയുടെ പുറത്താണ് അയാൾ ചെയ്തത്. പക്ഷെ അയാൾ പറയുന്നു, എൻ്റെ ജീവൻ പോകുന്ന സമയത്തിന് എൻ്റെ കൈകളൊന്നും മുകളിൽ ഉയർത്താൻ സാധിക്കാതെ ഞാൻ പിടയ്ക്കുന്ന സമയത്തിന് അവൾ എൻ്റെ ഈ പിടച്ചിൽ കേട്ടിട്ട് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നിട്ട് വീണ്ടും കുനിഞ്ഞ് തൂത്ത് അവൾ മറുഭാഗത്തേക്ക് പോയി. ഞാൻ പിടച്ച് മരിച്ചു. ഇവളെ ഞാൻ ഇനി ജീവിക്കാൻ അനുവദിക്കില്ല, ഇവളെ ശരീരത്ത് മറ്റൊരാളെ തൊടാൻ സമ്മതിക്കില്ല. ഈ രീതിയിൽ പറയുന്നത്, അവനെയും ഞാൻ കൊണ്ടുപോകും, ഇവളെയും ഞാൻ കൊണ്ടുപോകും. ഇതിനാണ് ആ പ്രേതം വന്നിരിക്കുന്നത്. ഇപ്പം ഇനി വിശദീകരിക്കാത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ടം തോന്നി ആ ഒരു പ്രേതത്തിൻ്റെ ഒരു അവസ്ഥ. കല്യാണം കഴിച്ചു, അയാൾക്ക് ഇത്തിരി കളറും സൗന്ദര്യം ആയിരുന്നിട്ടുണ്ട്. ഇവർക്കിത്തിരി സൗന്ദര്യം കൂടിപ്പോയി എന്നുള്ളതാണ് ഇയാൾ കണ്ട ഏറ്റവും വലിയൊരു പോരായ്മ. പക്ഷെ അയാളുടെ മനസ്സ് കണ്ടെത്താൻ ഈ കടൂരം പിടിച്ച സ്ത്രീക്ക് സാധിച്ചില്ല. അതായത് ഗ്ലാമർ 3 നേരം പുഴുങ്ങി തിന്നുന്ന ഈ സ്ത്രീയാണ് അവർക്ക് ഇദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ സൗന്ദര്യം കണ്ടെത്താൻ സാധിച്ചില്ല. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കാണുന്ന വിധത്തിൽ ഇങ്ങനെ തൂങ്ങി മരിക്കാൻ ഒരു നാടകം നടത്തി. പക്ഷെ അവർ കണ്ടിട്ട് മിണ്ടാതെ അങ്ങ് പോയി. അയാൾ തൂങ്ങി, അയാൾ മരിക്കുകയും ചെയ്തു. അതിന് പ്രതികാരം വിട്ടാനാണ്. പ്രതികാരം എന്ന് പറയാൻ പറ്റത്തില്ല. ഈ സ്ത്രീയോടൊപ്പം മറ്റൊരു പുരുഷൻ ജീവിക്കുന്നത് ഇയാൾക്ക് പിടിക്കില്ല. അങ്ങനെയാണ് വന്ന ആ പുരുഷൻ്റെ, അതായത് കല്യാണം കഴിച്ച ഇദ്ദേഹത്തിൻ്റെ ശരീരത്തെ കൂടിയിട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന അസുഖങ്ങളെ വർദ്ധിപ്പിച്ചു. അപ്പോൾ ചോദിക്കും, ഒരു പ്രേതം ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മുടെ ശരീരത്തിന് ഊറ്റി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാലും, പ്രേതങ്ങൾ ഒരു ശരീരത്തിലേക്ക് വന്നാൽ
അസുഖങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ചിന്തിച്ചോളണം, ഈ അസുഖത്തിൻ്റെ അംശം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നേരത്തെ ഉണ്ടായിരുന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദുസ്വഭാവം നേരത്തിൽ ഉണ്ടായിരിക്കും. അതായത് ഒരു ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത് ഉള്ള അസുഖങ്ങൾ, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലും അസ്ഥിയുരുക്കൻ അസുഖമായിരിക്കാം, അല്ലെങ്കിൽ കരൾ രോഗമോ വൃക്ക രോഗമോ മറ്റെന്തെങ്കിലും ആയിരിക്കാം. എന്താണോ അവരുടെ ശരീരത്തിൽ അവർ പോലും അറിയാതെ ആ രോഗത്തിൻ്റെ ഒരു അംശം ഉള്ളത്, അല്ലെങ്കിൽ രോഗാണുവിൻ്റെ ഒന്നെങ്കിലും ഉള്ളത്, അതിനെ വർദ്ധിപ്പിക്കാൻ ഈ ആത്മാക്കൾക്ക്, നെഗറ്റീവുകൾക്ക് സാധിക്കും. ദുസ്വഭാവമാണെങ്കിൽ മദ്യം വല്ലപ്പോഴൊക്കെ ഒരു പാർട്ടിക്ക് ഉപയോഗിക്കുന്നവനാണെങ്കിൽ അവൻ മുക്കുടിയാനായിട്ട് മാറും. ഇങ്ങനെയുള്ള ചില കഴിവുകൾ കൂടി ഈ പ്രേതങ്ങൾക്കുണ്ട്. ഇയാളുടെ ശരീരത്ത് വന്നിട്ട് ഇയാളെ കൊണ്ട് ഇതേ കണക്ക് രോഗം വർദ്ധിപ്പിച്ച് ഇയാളെ കൊന്നുകളയാനാണ് അത് ശ്രമിച്ചത്. മരണത്തിലേക്ക് അയാളെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴത്തേക്കാണ് ഈ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ കണ്ടിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇറങ്ങി അവസാനം ഞാനും അവിടെ എത്തി ഇതിനെ ഒഴിപ്പിക്കാൻ സാധിച്ചത്. പക്ഷെ അവസാന നിമിഷം വരെ ഞാനും വിചാരിച്ചിരുന്നു ഈ ഇദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ ഭാര്യയുടെ പ്രേതമാണ് വന്നതെന്നാണ് എൻ്റെയും ധാരണ. ഈ ഇവരുടെ ശരീരത്ത് വന്നിട്ട് ഞാൻ നിൻ്റെ മരുമകളല്ല, ഇപ്പോഴത്തെ നിൻ്റെ മരുമകളുടെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു അന്തം വിട്ടു പോയൊരു സംഭവം. എന്തായാലും അതിനെ വേദനിപ്പിക്കാതെ തന്നെ. പിന്നെ ഇതിനൊരു കാര്യമുണ്ട്, നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് കർമ്മികൾ, പുരോഹിതന്മാർ, ഇപ്പം ഞാനോ മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും അതിൽ പുരോഹിതന്മാരാണ് ഇങ്ങനെ ഒഴിപ്പിക്കാൻ പോകുന്നത്. അവർ പോയി പറയുമ്പോൾ ആദ്യം 1-2 പ്രാവശ്യം എതിർത്താൽ പോലും പിന്നെ അവർ എതിർക്കാറില്ല. കാര്യം വെച്ചാൽ ഏത് പുരോഹിതനായാലും ഇതിനെ ഒഴിവാക്കാനുള്ള കഴിവുണ്ടെന്ന് അവർക്കറിയാം. ആദ്യം അവരൊന്ന് പരിശ്രമിച്ച് നോക്കും, ഇല്ല അത് ഒഴിവായേ പറ്റൂ എന്ന് അതിന് മനസ്സിലായി കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ മുച്ചൂടും നശിച്ചു പോകാൻ നമ്മൾ ശപിക്കും. അതിന് ശേഷമാണ് അത് നമുക്ക് വശംവദനായി വരുന്നത്. അങ്ങനെ ഇതിനെ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിച്ച് അതിനെ അവിടെ ഒന്നും ആവാഹിച്ച് നിർത്താതെ അതിനൊരു പ്രതിമയിലേക്ക് ആവാഹിച്ച് ഞാൻ തന്നെ കൊണ്ടുപോയി അതിന് വേണ്ടുന്ന കർമ്മങ്ങൾ പിന്നീട് ചെയ്ത് പൂർണ്ണമായി അതിനെ ഒഴിവാക്കി കൊടുത്തു. അതിനുശേഷം അവർക്ക് അയാൾ ആരോഗ്യം പഴയണക്ക് വീണ്ടെടുത്തു. അവർ പിന്നെ സന്തോഷമായി ജീവിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. അയൽവക്കത്തുള്ളവർക്കൊന്നും ഈ വെളുത്ത രൂപമോ മുകളിൽ നിന്ന് താഴെ ചാടുന്നതോ പഞ്ഞ് പറക്കുന്ന പോലെയോ വീണോടെന്ന ശബ്ദങ്ങളോ പിന്നീടൊന്നും കേൾക്കുവാൻ സാധിച്ചിട്ടില്ല. പ്രേതാനുഭവങ്ങളെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ സാധാരണ TV സീരിയലിലും സിനിമയിലും ഒക്കെ കാണുന്നത് രൂപം വന്ന് നിൽക്കുന്നു, നമ്മൾ തുറച്ചു നോക്കുന്നു, അട്ടഹസിച്ച് ചിരിക്കുന്നു, ദ്രംഷ്ടകൾ കാണിക്കുന്നു, ആ ദ്രംഷ്ട കൊണ്ടുവന്ന് നമ്മളിവിടെ കുത്തിപ്പൊത്ത് രക്തം ഊറ്റി കുടിക്കുന്നു, എന്നിട്ട് നമ്മളെ കണ്ണിനെ ചൂഴ്ന്നെടുക്കുന്നു. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അതെന്തുമാത്രം സത്യമെന്നുള്ളതായിരുന്നു എനിക്കും സംശയമുണ്ട്. എൻ്റെ അനുഭവത്തിലൊന്നും അങ്ങനെ കായികമായിട്ടൊന്നും ഒരു പ്രേതവും അധികമായിട്ടൊന്നും ആരും ഉപദ്രവിച്ചിട്ടില്ല. സ്വയം പ്രേതമാണെങ്കിലും അത് ഒരു ശരീരത്തിൽ വന്നിട്ട് ആ ശരീരത്തിനെ കൊണ്ട് പല വിധത്തിൽ ഉപദ്രവങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് സത്യമാണ്. അല്ലാതെ ഇതിന് കയ്യും കാലം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റുന്നത്. ഇപ്പം ഇതിൽ തന്നെ ഈ പ്രേത രൂപം മറ്റുള്ളവർ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഒരാളാണെങ്കിൽ അവരുടെ തോന്നലെന്ന് പറയാം, പക്ഷെ ഒരാളല്ല, ഒരുപാട് പേര് കണ്ടു. അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നുണ്ട് അതിന് രൂപമില്ല, അത് നമ്മൾ ഒന്നും ചുക്കും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില അനുഭവങ്ങളിൽ അങ്ങനെയൊക്കെ വരാറുണ്ട്. പിന്നെ ഒരു സത്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതൊന്ന് പറയുകയാണ്. ഞാൻ എൻ്റെ ഈ ചാനൽ വീഡിയോയിൽ കൂടി ആരെയും പേടിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ചില കള്ളങ്ങളും എനിക്ക് പറയേണ്ടി വരുന്നത്. കള്ളങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതങ്ങൾ രൂപം കാണൂല എന്നൊക്കെ ആദ്യം പറയുന്നത് അതുകൊണ്ടാണ്. ചില ആൾക്കാരും അത് ഇങ്ങനെ രൂപം ഇവിടെ ഉണ്ടെന്ന് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇത് ഉണ്ടെന്ന് പറഞ്ഞാൽ പേടിയാവും. അതുകൊണ്ടാണ് ഞാൻ തുടക്കം ഒരു ഇൻട്രോ പറയുമ്പോഴത്തേക്ക് നിങ്ങളിതിനെ പേടിക്കേണ്ട, അത് രൂപമില്ല, അതൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം. അങ്ങനെയൊക്കെ പറയുമ്പം ചില ആൾക്കാർ ഒരു 10 പേര് കാണുമ്പം 8 പേരും അത് വിശ്വസിക്കുന്നുണ്ട്. 1-2 പേര് മാത്രമേ, എത്ര നമ്മളില്ല എന്ന് പറഞ്ഞാലും അത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതുള്ള സ്ഥലത്ത് ചെന്ന് കയറി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ മറ്റൊരു വിഭാഗക്കാരെന്ന് പറഞ്ഞാൽ ഇതില്ല എന്ന് വിശ്വസിച്ച് കിടക്കുകയാണ്. ഇല്ല എന്നല്ല, ആക്ഷേപിക്കും. ഈ പറയുന്ന എന്നെ പോലും എടുത്തിട്ട് അലക്കും. പക്ഷെ അവരായിരിക്കും ഈ വീഡിയോകൾ ആദ്യം കാണുന്നത്. ഈ സംഭവങ്ങളെല്ലാം കേട്ട് വായിക്കുരുചിയായിട്ട് എല്ലാം അനുഭവിച്ചതിന് ശേഷം ഒരു കമൻ്റ് ഇടും, ഇത് ഉടായിപ്പാണ്, ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. എൻ്റെ പൊന്നുമാഷ, എന്തിനാണ് നിങ്ങൾക്കിത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇത് കേൾക്കാൻ വരുന്നത്? വിശ്വാസമുള്ള ഒരുപാട് പേരുണ്ട്, അവർ കേട്ടോട്ടെ. കാര്യം അനുഭവിച്ചവർക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. കാര്യം വെച്ചാൽ വിഷം കഴിച്ചാൽ മരിക്കും എന്നല്ല എല്ലാവർക്കും അറിയാം. പക്ഷെ വിഷം കഴിക്കുമ്പോൾ അതെന്തുമാത്രം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് കഴിച്ചു നോക്കിയാലേ അറിയാൻ പറ്റൂ.
ഇല്ലാതെ വിഷം കഴിച്ചാൽ നമുക്ക് പിടിച്ചിരിക്കാമെന്ന് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നവർക്ക് അത് പറയാം. അതുപോലെ തന്നെയാണ് പ്രേതങ്ങളെന്ന് പറഞ്ഞാലും അത് ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ വിഷം കഴിച്ചാൽ മരിക്കും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന വെപ്രാളത്തെക്കുറിച്ച് അത് നമ്മൾ കഴിച്ചു നോക്കിയാലേ നമുക്കത് പൂർണ്ണമായും മനസ്സിലാവും. അതുപോലെ തന്നെയാണ് പ്രേതങ്ങളുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കുക, പ്രേതമുണ്ട്. പക്ഷെ പ്രേതം പിടിച്ചാൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് പിടിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. നമുക്ക് പിടിക്കണമെന്നല്ല, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പിടിച്ചാലും മതി. അത് കാണിക്കുന്ന വിക്രിയകൾ, പരാക്രമങ്ങൾ സഹിക്കാൻ പറ്റില്ല. ഈ 1-2 എപ്പിസോഡ് മുമ്പ് ഒരാൾ ഒരു കമൻറ്റ് ഇട്ടിരുന്നു, ധൈര്യമുണ്ടെങ്കിൽ അതെല്ലാം ഷൂട്ട് ചെയ്ത് കാണിക്കേ. അങ്ങനെ നീ ഉളപ്പാസനെ കാണണ്ട. നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്ക്, നിൻ്റെ വീട്ടിൽ അമ്മയ്ക്കോ സഹോദരിക്കോ നിൻ്റെ ഭാര്യയ്ക്കോ മക്കൾക്കോ ഉണ്ടാകുമ്പോൾ നീ അതിനെ ഞങ്ങൾ കൊണ്ടുവന്ന് വലിയ മൂവി ക്യാമറ വെച്ച് പിടിച്ചിട്ട് അതൊരു സിനിമയായിട്ട് തന്നെ നമുക്കത് കാണിക്കുകയും ചെയ്യാം. കണ്ടവൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നെന്ന് പറഞ്ഞിട്ട് അതിനെ ആഘോഷിക്കാൻ നടക്കുന്ന ഇങ്ങനത്തെ ചില ക്ഷുദ്രജീവികളുണ്ട്. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? കാരണം ഓരോരുത്തരും ഇതിനെ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ട് അതിന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് വെച്ചാൽ അവർക്കത് ഒരു മാനഹാനി ഉണ്ടാക്കിയത് കൊണ്ട്. എന്നാൽ അവരുടെ സംഭവമല്ല പറഞ്ഞത്. സമാനമായ വിഷയം അവരുടെ വീട്ടിലുണ്ടായപ്പോൾ അവർ വിളിച്ച് പറഞ്ഞത്, അതും വേറെ ആൾക്കാരൊക്കെ ഏർപ്പെടുത്തിയിട്ട് എല്ലാവരും എൻ്റെ അടുത്ത് റിക്വസ്റ്റ് പോലെയാണ് പറഞ്ഞത്, സാറേ എങ്ങനെയെങ്കിലും അതൊന്ന് മാറ്റി ചെയ്യാൻ പറ്റുമോ, ആ ഒരു സംഭവം അതിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ, അവർക്കത് ഭയങ്കര വിഷമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഞാൻ അത് മാറ്റി പിന്നെ റീഷൂട്ട് ചെയ്തു. ഇപ്പോൾ ഒരു 3-4 എപ്പിസോഡിന് മുമ്പ് ചെയ്തതാണ്. അപ്പം ഇത് ഉള്ളത് കൊണ്ടാണ്. അപ്പം അവരുടെ സംഭവമല്ല ഞാൻ മറ്റൊരാളുടെ സംഭവം പറഞ്ഞപ്പോൾ ഇത് സമാനമായിട്ടൊരു വിഷയം അവരുടെ വീട്ടിൽ ഉണ്ടായിട്ട് അധിക ദിവസമായിട്ടില്ല. ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവം, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി പരിഹരിച്ചൊരു സംഭവം. അത് ഇപ്പോൾ 1 മാസം പോലും ആയില്ല അവരുടെ വീട്ടിൽ ഇതേ കണക്കൊരു സംഭവം നടന്നിട്ട്. അപ്പം അവർ പറഞ്ഞത്, ഇത് എൻ്റെ വീട്ടിൽ നടന്ന സംഭവം ഇത് എല്ലാവർക്കും അറിയാം, അതിനി ഞങ്ങളുടെ കഥയാണെന്ന് വിചാരിക്കും സാറേ, അതുകൊണ്ടൊന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്ത് കൊടുത്തു. അപ്പം ഇത് നമുക്ക് ചുറ്റിനും നടക്കാറുണ്ട് പ്രേതാനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അത് സത്യം തന്നെയാണ്. പക്ഷേ അത് എപ്പോഴാണ് നമ്മളിലേക്ക് വരുന്നത്? നമ്മൾ ഭയപ്പെടുമ്പോഴാണ്. ഭയപ്പെടാതെ മുന്നോട്ട് പോയാൽ ഇത് നമ്മളെ പിടിക്കില്ല. അഥവാ പിടിച്ചാൽ പോലും ഇതിനെ നമുക്ക് ശക്തമായി തന്നെ പ്രതിരോധിക്കുവാനും സാധിക്കും. ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിന് ഭൂമിദോഷമോ വാസ്തുദോഷമോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ സർപ്പദോഷങ്ങളോ അതുപോലെ എന്തെങ്കിലും ദോഷങ്ങൾ, പ്രേതബാധ ദോഷങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും കണ്ടുപിടിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർ ആ വീട്ടിൽ അവിടെ വന്ന് നിന്ന് കണ്ടുപിടിക്കുന്നതായിരിക്കും ഉത്തമം. എങ്കിലാണ് പൂർണ്ണമായും നമുക്കത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ അത് ഞാൻ വന്ന് പരിശോധിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് വരാം. ചില ആൾക്കാർക്ക് നേരിട്ട് വന്ന് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നതിന് മുമ്പ് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ മാത്രം നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.